എന്ത് ചെയ്യാനാടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഇര ഒന്ന് വിടുവോ? വല്ല ഇര വല്ലോ വരുന്നുണ്ടോ നോക്ക് സാർ. അവിടെ വല്ലോ അതാ ഒരു വണ്ടി ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വരിക. സെന്റർ സ്റ്റാൻഡ് ആക്കി. ഹെൽമെറ്റ് നേരത്തെ ഇല്ല. ടവലിട്ട് എന്തെങ്കിലും ഉള്ളൂ. ടവലിന്റെ കെട്ടലുള്ളൂ. അത് ശരി. ഹെൽമെറ്റ് ഇല്ല. നിനക്ക് ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുകയാണ്. ഹെൽമെറ്റ് ഇല്ലേട്ടാ. ലൈസൻസും ഇല്ല. ലൈസൻസ് അവിടെ പാടാ. നിന്റെ ലൈസൻസ് പ്രസവത്തിലില്ലല്ലോ. പ്രസവത്തിലെ ലൈസൻസ് ഇല്ല. ഉമ്മ എപ്പോഴും പറയൂ എനിക്കൊരു ലൈസൻസ് ഇല്ലാത്ത കളിയാ, ലൈസൻസ് ഇല്ലാത്ത കളിയാണ്. പാപ്പക്കും ഇല്ലട്ടോ. ഫാമിലി മൊത്തം ലൈസൻസ് ഇല്ലാത്ത ഫാമിലിയാണ്. അതെ, എന്താണ് പേര്? പേര് ആലി. അതെന്റെ വാപ്പനെ വരുന്ന വാപ്പന്റെ ഒരു മമ്മാലി. വീട് ബംഗാളിയാ. എന്താണ് ആളെ ഇറക്കുക? അല്ല കന്നാലി പ്രാസോപ്പിച്ചതാ. എന്നെ കന്നുകാലിയാണോ വിളിച്ചത്? കന്നുകാലിയെന്ന് അല്ലല്ലോ. എന്താ ജോലി? എന്താ? ഞാൻ മീൻപണിയാ. എന്താ മീൻപണി എന്ന് പറഞ്ഞാൽ ചൊണ്ണക്കൊരു ചെരുവ്. അല്ല, മീൻപണിയാണോ? മീൻപണി എത്ര മോശമുള്ള പണിയാ. എടോ, മീൻപണിയാണോ? ബ്രേക്ക് ഡാൻസോ? വൈബ്രേഷൻ മിനിറ്റ് കമ്പനിയാ. ബഷീറേ, അന്നെ പോലീസ് ഇടിച്ചടാ പള്ളീന്റെ വളവെന്ന്. ഈ ബൈക്ക് വരണ്ട കേട്ടോ. ഹെൽമെറ്റ് പിടുത്തൊക്കെ ഉണ്ട് ഇവിടെ. 200 കൊടുത്തിട്ട് ഒരു തെളിച്ചല്ല മുഖത്ത്. ഇല്ല, ഈ കടപ്പുറത്തേക്ക് വിട്ടോ. എനിക്കൊരു കൊട്ട മത്തിയെടുത്താ ഞാൻ അങ്ങോട്ട് വരൂ. വരെന്താ ചോദ്യമൊക്കെ ചോദിക്കാനുണ്ടും പോലെ. എന്നിട്ടേ വരുള്ളൂ. ആയിക്കോട്ടെ. അല്ല, കളി എന്തായി? സച്ചിൻ ഔട്ടായി. സച്ചിൻ ഔട്ടായും പോലെ. ഈ സച്ചിനൊക്കെ മീൻ പണിക്ക് പോകുമായിരിക്കും നല്ല. എന്താടോ തക്കാളിപ്പെട്ടി ഗോദ്രേജിന്റെ പൂട്ടോ? മീൻ പഠിക്കണം. നിനക്ക് തന്നെ ഈ മൊബൈലൊക്കെ? ശരി, മൊബൈൽ ഇല്ലാത്ത ആരാളോ ഇപ്പൊ? ആരുടെ കയ്യിലും ഇല്ല മൊബൈൽ. മൊബൈലൊക്കെ ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട്. മീൻ പണിക്ക് പോകുമ്പോ ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താ? മീൻ പണിക്ക് പോകുമ്പോഴാണ് നല്ല ഉപകാരം. എന്താ മീൻ പണിക്ക് ഇപ്പൊ ഞാൻ കടലിൽ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ബഷീർ കരയെന്ന് വിളിക്കുക, ആലിയെ മറ്റൊരു വായിക്കാള് അയില പിടിച്ചാൽ മതി. കടലിൽ മത്തിയൊരു ഭാഗത്ത് അയിലൊരു ഭാഗത്ത് കൂട്ടിട്ടാണല്ലോ മത്തി പിടിച്ചാൽ അതിൽ ഒഴിവാക്കാം. നിങ്ങൾ കടലിൽ പോയിട്ടോ? ഞാൻ പോയിട്ടില്ല. അന്ന പിന്നെ നിങ്ങൾ അതിലേക്ക് കടന്നോളി. ചോദ്യത്തിലേക്ക് സാറേ, നമുക്ക് ആദ്യം ഇവരോട് കുറച്ച് ചിഹ്നങ്ങൾ ചോദിക്കാം. അയ്യോ എന്റെ PC, ചിഹ്നം വല്ലാതെ പറയല്ലേ. തുപ്പല് വല്ലാതെ ചിഹ്നം ലേശം കുറയ്ക്കാം. അതാ നല്ലേ. സാറേ, ആദ്യത്തെ ചിഹ്നം സാറ് ഞാൻ തന്നെ ചോദിച്ചോ. അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ഒരു സ്കൂൾ പരിസരം, ഒരു സ്കൂൾ കുട്ടി ഒരു സ്കൂൾ ബാഗുമായി തോളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിഹ്നം കാണാം. കണ്ടോ? കാണാറുണ്ടോ? അതെന്തിനെ സൂചിപ്പിക്കുന്നു? അതിന് എന്നോട് ചോദിക്കണേ. പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? അല്ല, എന്റെ വണ്ടി ചക്കരല്ലേ? 2 ചക്രങ്ങള്. അത് ശരി, എനിക്ക് കുഴപ്പമില്ലല്ലോ. അത് ഇമ്പക്കുള്ളതല്ല, 2 വീലർക്കുള്ളതല്ല. ബസ്സുകാർക്കുള്ള, ബസ്സിലെ ഡ്രൈവർമാർക്കുള്ള ചിഹ്നമാണ്. ബസ്സിലെ ഡ്രൈവർമാർ ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോളൂ ഒരു സ്കൂൾ വരുന്നുണ്ട്, സ്കൂളിന് മുന്നിൽ സ്റ്റോപ്പ് ഉണ്ട്, ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ കുട്ടികൾ ചില്ലിന് കല്ലെടുത്ത് അറിയും. ഇവനോടെ സാറേ, അടുത്ത ചിഹ്നം ചോദിക്കാം. അടുത്ത ചോദിക്കാം. ഇവിടെ നമ്മൾ റോഡരികിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചുവന്ന ത്രികോണം കാണാറുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? തമാശ വല്ലതും പറഞ്ഞോടാ. അതല്ല, ഈ ചോപ്പ് ത്രികോണോ ലൈസൻസും തമ്മിലും ബന്ധമുണ്ടോ? ഇവിടെ ഇത് എന്തിനാ സൂചിപ്പിക്കുന്നു? അതിനൊന്നും അറിയില്ല. എനിക്കറിയില്ല. പറ. മറ്റേതല്ലേ നമ്മളെ ഇത് കുട്ടികൾ 2 ആയാലും 3 ആയാലും 3 മതി. ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സാറേ, ഇവരെ കുറച്ച് ടഫുള്ള ചോദ്യം ചോദിക്കാം. വീണ്ടും തെറിച്ച് തുപ്പല് കുറയ്ക്കാം. സാർ ആദ്യം ചോദ്യം സാറ് തന്നെ ചോദിച്ചു. ഞാൻ ചോദിക്കണോ? അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, ആളില്ലാത്ത ലെവൽ ക്രോസ്. ആളെ പോയി ഇവിടെ സങ്കല്പാണ്, വിചാരിക്കാനുള്ളതാണെന്ന് സങ്കല്പിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അതായത് ആളില്ലാത്ത ലെവൽ ക്രോസ്. നീ നിന്റെ 2 വീലർ ഇങ്ങനെ വരിക, ആ പെട്ടെന്ന് റെയിൽവേ ക്രോസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി പെട്ടെന്ന് നിന്റെ 2 വീലർ ആ റെയിൽ പാളത്തിന് നടുവിൽ ഓഫ് ആയി. വണ്ടി ഇന്നലെ 5 മണി സങ്കല്പത്തിൽ അമ്മാലെ സങ്കല്പത്തിൽ ഓഫ് ആയി പോയി. നീ എന്ത് ചെയ്യും? 12:45 ട്രെയിൻ വരും, 12:43 വണ്ടി ലോക്കായി. ആ 2 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. അർത്ഥം പറഞ്ഞു കൊടുക്ക്. താൻ എന്ത് ചെയ്യുന്ന സാറ്? അല്ല സാറേ, ഈ വണ്ടി ഓഫ് ആവലൊക്കെ സാധാരണ അല്ലേ? അല്ലേ, വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യല്? ക്ലച്ചും കൊണ്ട് പിടിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഉന്തിയൊരു ഭാഗത്ത് കൊണ്ടൊക്കെ. ക്ലച്ച് പിടിച്ച് ഉന്തിയൊരു ഭാഗത്ത് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ വണ്ടി ലോക്കായി പോയി. അപ്പൊ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഞങ്ങളോട് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയാണെങ്കിൽ വരെ പോണ്ടി വരും. വീട് ഏകദേശം എത്ര കിലോമീറ്റർ കൂട്ടിക്കോളി. വീട്ടിൽ പോണ്ടി വരും. വീട്ടിനടുത്ത് പോയി ശശിനെ വിളിക്കും. വണ്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ ശശിന്റെ അടുത്താ കൊടുക്കാം. ഓൻ കണ്ടീഷനായി പണിയെടുക്കേ. ഓനെ വിളിച്ചു കൊണ്ടുവരും. ഞങ്ങൾ രണ്ടാം കൂടി പോയി പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് ആക്കം പോലെ വന്ന് വണ്ടി എടുത്ത് പോയി കൂളിയൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് ഭാര്യക്ക് ഉമ്മൊക്കെ കൊടുത്ത് പോന്നാ മതി. അപ്പോഴത്തേക്ക് അന്റെ വണ്ടി കൊണ്ട് വണ്ടി പോകണോ? ഏത് വണ്ടി? നമ്മുടെ വണ്ടി. ഏതുമ്പള വണ്ടി? നമ്മളെ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി. നമ്മളെ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറഞ്ഞത്. ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി ഏത് സമയത്തിന് വന്നിട്ടുണ്ടോ മാഷെ? ഇന്നലെ പറിച്ചു വന്ന 4 മണിക്കൂർ ലേറ്റാ. നമ്മളെ വണ്ടി എടുത്ത് പോയാലും തീവണ്ടി വരുമെന്ന് തോന്നില്ല. ഇനിയിപ്പോ ജപ്പാന്റെ വണ്ടി പാളം തെറ്റി വരേണ്ടി വരും. അങ്ങനെ വണ്ടിന്റെ ബാക്കിൽ തൊട്ടില്ലെന്ന് പറഞ്ഞു വരിക എന്ത് ചെയ്യുന്ന ചോദ്യം? എന്റെ വണ്ടിന്റെ ബാക്കിൽ. എന്റെ വണ്ടിന്റെ ബാക്കിലാണ്ടോ? ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിലാണ്. ആനയോ? മതം പൊട്ടിയതോ? ഇതൊക്കെ ഒട്ടിക്കാൻ പറ്റൂല്ലോ. മതം എന്ന് പറഞ്ഞാൽ സെലോട്ടോപ്പ് ചൊട്ടിക്കുന്ന സാധനമാണോ? അല്ല, പ്രാന്തളിക്കുക. ഞാൻ പിന്നെ മൂപ്പർക്ക് വീരുണ്ടോ നോക്കിയതാ. അല്ല, ആനയാണല്ലോ അത്. ആനയാണ്. നായാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചെയ്താലേ തുമ്പിക്കൈണ്ടോ? ഉണ്ടാവൂല. അല്ല മാഷേ. മാഷോ? അല്ല സാറേ. അല്ല സാറേ. ഈ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാത്തിരക്കിന്റെ ഇടയിലെ ഈ MG റോഡ് കൂടെ എന്റെ ഒരു 2 വീലർ മാത്രമൊന്നുമല്ലോ പോണത്. ധാരാളം എന്റെ തന്നെ പണ്ടാരടക്കാൻ ഈ ആന എന്റെ പുറകെ തന്നെ അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവില്ലല്ലോ. അതിന് വെറുതെ ബൈക്ക് പോയാലും ശരിയാ. അവസാനത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. വയനാട് ചുരം ഇവിടുന്നൊക്കെ പോയോ? എടോ സങ്കല്പം. മനസ്സിലായോ? വയനാട് ചുരം ഇരുഭാഗത്തും അഗാധമായ കൊല്ലികൾ. എവിടെ? വയനാട് ചുരത്തിൽ 2 ഭാഗത്തും കൊല്ലിയോ? വിടുതായി ബാക്കി ഇല്ല. വയനാട്ടിലൊക്കെ ഞാൻ പോയതാ. 2 ഭാഗത്തൊന്നും കൊല്ലില്ല, ഒരു ഭാഗത്ത് കൊല്ല. എടോ ഒരു 2 ഭാഗത്തില്ല. ശരി സാർ അവന്റെ കൂടെ കുടിക്കാം. 2 ഭാഗത്തില്ല. ഒരു ഭാഗത്താണ് ഇരുഭാഗത്താണ് പ്രസക്തി ഇല്ല. സങ്കല്പത്തിലെ കൊല്ലി. ഇരുഭാഗത്തും അഗാധമായ കൊല്ലികൾ. മൂടൽമഞ്ഞ് കെട്ടപ്പിടിച്ച് ചുരുണ്ടുപെടുന്ന ഒരു കറുത്ത സേമം. ആർക്കും സുഖമില്ല. കവിത പോലീസായിരുന്നോ? സന്ധ്യാസമയം. ഈ സന്ധ്യാസമയത്ത് വയനാട് ചുരം നീണ്ട കാറിൽ ഇങ്ങനെ വരിക. ഞാൻ കാറില് കാറോ? ടൂ വീലറൊക്കെ പോയി സങ്കല്പല്ലേ? ഒറ്റ മിനിറ്റ്. ഇന്നോവ ആയിക്കോട്ടെ. ഇന്നോവ ആയിക്കോട്ടെ. വയനാട് ചുരം നീന്റെ ഇന്നോവയിൽ ഇങ്ങനെ വരികയാണ്. അല്ല, അങ്ങോട്ട് വരിക. അപ്പൊ എപ്പോഴും അങ്ങോട്ട് പോയി. വയനാട് ചുരം ഇന്നോവയിൽ ഇങ്ങനെ വരിക. ഒരു 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ചിട്ട് 160 പോണോ? 5. അയ്യോ, ആയിക്കോട്ടെ. അല്ല, അത്രയൊക്കെ പോണോ? മതി. 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് വയനാട് ചുരം ഇങ്ങനെ വരികയാണ്. പൊടി പാട്ടിച്ച് കത്തിച്ച് പിടിച്ച് വയനാട് ചുരം കത്തിച്ച് പിടിച്ച് പൊടി പാടിച്ച് ഇങ്ങനെ വരികയാണ്. ഓടെ ഇറങ്ങിയിട്ടുണ്ട്. കടിക്കോ? പുലി? കടുവയല്ല, പന്നിയെ. ഓടാന്ന് പറഞ്ഞ മഞ്ഞ. മഞ്ഞിന് കുഴപ്പമില്ല. പൊടി പാടിച്ച് ഇങ്ങനെ വരികയാണ്. 100-100 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് ഇങ്ങനെ പൊടി പാടിച്ച് എന്താണോ നിങ്ങളുടെ കൂടെ? എന്തെത്തിനാണ് ഞാൻ പൊടി പാടിച്ച് 100-100 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് ഇങ്ങനെ വരികയാണ്. പൊടി പാടിച്ച് കത്തിച്ച് പിടിച്ച് ഇങ്ങനെ എന്റെ വണ്ടീന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയിണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? ഏത് എങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാക്കപ്പോ 10ാം ക്ലാസ് പാസ്സാവൊന്നും വേണ്ട. കാളവാലം എന്താ വെച്ചാൽ അറിയാം, പാത്താനാണ്. അപ്പോഴെങ്ങളോട് ഞാൻ പറഞ്ഞതാ ഒലക്കമല ചോദ്യം ചോദിക്കണ്ട അല്ലേ? പണ്ടാറടക്കല്ല ചോദ്യം ചോദിക്കേണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? 160 പണ്ടാറടക്കണ്ട നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞേ? നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടിനോ? കളിക്കാ വണ്ടീന്റെ ബ്രേക്ക് അല്ല, വണ്ടി തന്നെ പോയി പോകും. അമ്മ അലാക്കിലെ പോക്കാ നിങ്ങൾ പോയത്. പടച്ചോൻ പൊറുക്കൂല ഞങ്ങളോട്. ഇനി അഥവാ വണ്ടിയുടെ ബ്രേക്ക് പോയാൽ കേട്ടോളി, ഞാൻ വണ്ടി പുല്ലും കൂടുതൽ കളി കയറ്റി കളിക്കാം. വയനാട് ചുരത്തിൽ പുല്ലും കൂടെ കൊണ്ടുണ്ടാവൂലേ? ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്താക്കൂ? ഞങ്ങളോടാ ചോദിക്കാ. അല്ല, നല്ല പോലെ വന്നുകൊണ്ടിരിക്കാൻ മനുഷ്യൻ ഇന്നോവയില്. അതിന്റെ ഇടയ്ക്ക് ബ്രേക്കും പോയി നിൽക്കുന്നുണ്ടല്ലേ? വെടിയുണ്ട പന്നിന്റെ ഇടയ്ക്ക് നിൽക്കുക രണ്ടും. ഇത് അവസാനത്തെ ചോദ്യാ. ഇതിന് ഉത്തരം പറഞ്ഞ എന്നെ വിടുവോ? അവിടുന്ന് ഞങ്ങൾ വിടണോ തീരുമാനിക്കണം. വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഉത്തരം പറഞ്ഞു കുത്തേണ്ടി വരും. സങ്കല്പല്ലേ? ഇനി മുമ്പ് ചോദിച്ചൊക്കെ സങ്കല്പമാണല്ലോ. അപ്പൊ ഇത് വയനാട് ചൊരാണ് സങ്കല്പിക്കണം. 160 സ്പീഡിലാണ് സങ്കല്പിക്കണം. ഇന്നോവ കാറാണ് സങ്കല്പിക്കണം. ബ്രേക്ക് പോയിന്ന് സങ്കല്പിക്കണം. എന്നാലേ എന്റെ വണ്ടിക്ക് ബ്രേക്ക് വന്നു അങ്ങനെ സങ്കല്പിച്ചാലേ